കോൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, കണ്ണൂർ ഭാഗത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കോക്ടെയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. പപ്പായ വെച്ചിട്ടാണ് ഈ ഒരു കോക്ടെയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായി പഴുത്തിട്ടുള്ളൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഇതിന് കട്ട് ചെയ്ത് ഇതിലെ കുരുവൊക്കെ മാറ്റി തൊലി കളഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ഒരു ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഇതിപ്പോൾ 2 ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് സോഫ്റ്റാണ് വരെ വേവിച്ചെടുക്കണം. നന്നായി വെന്ത് കിട്ടിയെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ കഴിയുള്ളൂ. ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് മധുരമാണ്. എനിക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര ഇത്ര മതിയാവും. പോരാന്നുണ്ടെങ്കിൽ മാത്രം അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത കട്ടിപ്പാലാണ്. ഞാനിപ്പോൾ 1/2 ലിറ്ററോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വാനിലയുടെ ഐസ്ക്രീമാണ്. ഇതിപ്പോൾ 2 സ്കൂപ്പോളം ഐസ്ക്രീം ഉണ്ടാവും. ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്ത് നന്നായി നല്ല ഫൈൻ പേസ്റ്റാണ് വരെ ഒന്ന് അടച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയോ അല്ലെങ്കിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ അതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇതിലൊട്ടും തന്നെ കഷ്ണങ്ങളൊന്നും കാണാൻ പാടില്ല. ഇനിയാണ് നമ്മുടെ കോക്ടെയിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് കോൺഫ്ലെക്സ് ആണ്. ഞാനിപ്പോൾ 1 കപ്പോളം കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് വേണ്ടത് ബ്ലാക്ക് റൈസിൻസ് ആണ്. ഇതും അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടിയാണ്. ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വേണം. എങ്കിലേ നമ്മൾ കുടിക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കടിക്കാൻ കിട്ടുള്ളൂ. ആ രീതിയിലാണ് ഈ ഒരു കോക്ടെയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിന് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിൽ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള കോക്ടെയിലിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കോക്ടെയിലിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ കോക്ടെയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരോ കഴിച്ച് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.